ഹായ് ഹലോ വെൽക്കം ടു വോയിസ് ഓഫ് ദേവ. വോയിസ് ഓഫ് ദേവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ ഒരു വീഡിയോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് YT സ്റ്റുഡിയോ നമ്മുടെ യൂട്യൂബ് ആപ്പ് പോലെ തന്നെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എങ്ങനെ ഒരു ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും നോക്കാം. അതിന് തന്നെ നമ്മൾ YT സ്റ്റുഡിയോ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് YT സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് എല്ലാം കൊടുത്തിട്ട് അതിന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. പ്ലസ് ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ഷോർട്സ് ആണെങ്കിലും എങ്ങനെയാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നോർമൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ പല കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ടൈറ്റിൽ എന്ന ഓപ്ഷൻ ആയിരിക്കും. ഈ ടൈറ്റിലിന് ശേഷം വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ താഴെ വിസിബിലിറ്റി, പിന്നെ ഓഡിയൻസ്, പിന്നെ റിലേറ്റഡ് വീഡിയോസ്, അതുപോലെ ലൊക്കേഷൻ, ആഡ് ടു പ്ലേലിസ്റ്റ്, ഓൾട്ടേഡ് കണ്ടൻറ്റ്, പിന്നെ മോർ ഓപ്ഷൻസിൽ ടാഗ്, കാറ്റഗറി, അങ്ങനെ ഒരു സെപ്പറേറ്റ് അത് നമുക്ക് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോർ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ കമൻറ്റ്സ് ഓൺ ഓഫ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി അതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ടാഗ് എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് കറക്റ്റായിട്ട് ടാഗ് എന്തൊക്കെ കൊടുക്കാം, എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പലർക്കും സംശയമുണ്ട്. ടാഗ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് ഇട്ടിട്ട് കൊടുക്കുന്ന ടാഗാണ് വിചാരിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരാണ് കേട്ടോ. എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ പറയുന്നത്. ഇതിൽ ടാഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ടാഗ്സ് എന്ന് ഫസ്റ്റ് തന്നെ ടാഗ് കാണാൻ പറ്റും. പിന്നെ അലോ വീഡിയോ ഓർ ഓഡിയോ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ വേണമെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ കാറ്റഗറി കൊടുക്കാം. ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് ഈ ടാഗ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിലാണ് നമ്മൾ ഈ ടാഗ് എല്ലാം കൊടുക്കുന്നത്. ടാഗ് കൊടുക്കുന്നതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത പോലെ ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ എന്താണെന്ന്, ഇപ്പോൾ ട്രെൻഡിങ് വീഡിയോ എന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കോമെൻറ്റ് കൊടുത്തത്. ഞാനിപ്പോൾ പഴയ വീഡിയോയിലും പറഞ്ഞാണ്, എങ്കിലും ഇത് എവിടെയാണ് കിടക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ എവിടെ കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറി YT സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടാഗിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ടാഗുകൾ, നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്നുള്ളതൊക്കെ ആ ടാഗിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ ചാനലിൻ്റെ പേര് ഫസ്റ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചാനലാണെങ്കിൽ വോയിസ് ഓഫ് ദേവ എന്നുള്ളത്, ടാഗിൽ വോയിസ് സ്പേസ് ഓഫ് ദേവ എന്നുള്ളത് നമുക്ക് കൊടുത്തിട്ട് കോമെൻറ്റ് കഴിഞ്ഞാൽ അതൊരു ടാബായിട്ട് അവിടെ കിടക്കും. അതിനുശേഷം അടുത്ത സെൻറ്റൻസ് നമ്മൾ എഴുതിയിട്ട്, അല്ലെങ്കിൽ അടുത്ത ട്രെൻഡിങ് വീഡിയോന്നോ അല്ലെങ്കിൽ വൈറൽ വീഡിയോന്നോ അല്ലെങ്കിൽ ഷോർട്ട്സ്ന്നോ എന്തെങ്കിലും അടിച്ചിട്ട്, അതുപോലെ YT സ്റ്റുഡിയോ അങ്ങനെയൊക്കെ നമുക്ക് അടിച്ചതിനകത്ത് ഇടാൻ പറ്റും. അത് 500 ലെറ്റർ വരെ നമുക്കകത്ത് അടിച്ചിടാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം ഫില്ല് ചെയ്ത് തന്നെ കൊടുക്കാൻ നോക്കുക. അതങ്ങനെയാണ് ടാഗ് നമ്മൾ YT സ്റ്റുഡിയോ വഴി കൊടുക്കുന്നത്. എല്ലാവരും ഈ ടാഗിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഹാഷ്ടാഗ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ടാഗിലും ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അതിനൊന്നും കൊടുക്കേണ്ട, സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ കോമ ഇട്ടാൽ മതി. ഒരു സെൻറ്റൻസ് കഴിഞ്ഞാൽ കോമ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് മാത്രമാണ് ഈ ടാഗ് എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് YT സ്റ്റുഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈറ്റിലിൽ നമ്മൾ അധികം ഹാഷ്ടാഗുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷനാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്താണോ നമ്മുടെ വീഡിയോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗുകൾ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു യൂട്യൂബ് ജേണി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.